ഈ താപനില അളക്കുന്ന തെർമോമീറ്ററുകൾ വെച്ചിരിക്കുന്നത് ഒരു ഐഡിയലായിട്ടുള്ള കണ്ടീഷനിലാണ്. ഐഡിയലായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിക്കൂടിനുള്ളിൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് ഏൽക്കാതെ താഴെ നിന്നുള്ള അബ്സോർവ് ചെയ്ത സോളാർ റേഡിയേഷൻ അബ്സോർവ് ചെയ്തിട്ട് റീറേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു റേഡിയേഷൻ പതിക്കാതെ വലിയ തോതിലുള്ള കാറ്റ് ഏൽക്കാത്ത ഒരു ഐഡിയൽ സ്ഥലത്താണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഉദാഹരണമായിട്ട് എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ നേവൽ ബേസിൽ ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ മെഷർ ചെയ്യുന്ന താപനില എന്ന് പറഞ്ഞാൽ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം ടെമ്പറേച്ചർ. അതേസമയം സിയാൽ നമ്മുടെ എയർപോർട്ടിൽ അളക്കുന്ന താപനില 37 മുകളിലാണ്. കാരണം ഒരു ജില്ലയിൽ തന്നെ 40 കിലോമീറ്ററിനുള്ളിൽ 4 ഡിഗ്രിയുടെ വ്യത്യാസം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സർഫസിനും അനുസരിച്ച് അർബനൈസേഷൻ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാരണം അർബനൈസേഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളാകാം, ടാറിട്ട റോഡുകളാകാം, ഇതൊക്കെ അബ്സോർവ് ചെയ്യുന്ന താപനില എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അത് ഒരു പക്ഷേ 40-42 ഡിഗ്രി വരെയൊക്കെ താപനില ഉയർന്ന തരത്തിൽ സർഫസ് അബ്സോർവ് ചെയ്യുന്നു. ഈ താപനിലയാണ് തിരിച്ചു വീണ്ടും താഴേന്ന് മുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ പതിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇതിൽ ഇപ്പം സൂര്യാതപം നമുക്ക് ഒരു പരിധിവരെ ഡയറക്റ്റ് എക്സ്പോഷർ കുറച്ചുകൊണ്ട് നമുക്ക് മാറ്റാം. ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സിറ്റുവേഷനാണ്. അതായത് ആദ്യമേ നമ്മുടെ പേശികളിലൊക്കെ ഈ നമ്മൾ വിയർത്തിട്ട് ലവണങ്ങളും ജലാംശവും എല്ലാം നഷ്ടപ്പെടും. ആ അവസരത്തിൽ പേശി വലിവിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം ഒരു വലിയ ക്ഷീണമായിട്ട് നമുക്ക് തോന്നും. അന്നേരം കൂടുതൽ വെള്ളം കുടിക്കണമായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ആ ക്ഷീണം കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ പിന്നീടാണ് ഗോപി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരം വേർക്കുന്നുണ്ട്, പക്ഷേ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഈ വേർത്ത ബാഷ്പം പുറത്തേക്ക് പോവുകയില്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും വേർക്കുന്ന ഒരു പ്രവണത ഒരു ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. കാരണം 37 ഡിഗ്രി താപനിലയിൽ നമ്മുടെ ശരീരം നിലനിർത്തണമെങ്കിൽ മെറ്റബോളിസത്തിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ഹൃദയമൊക്കെ നല്ല രീതിയിൽ പമ്പ് ചെയ്ത് നമ്മുടെ ത്വക്കിലൊക്കെ രക്തം എത്തിച്ച് അത് എക്സ്പോസ്ഡായി പുറത്തോട്ട് ഇവാപ്പോ ട്രാൻസ്പിറേഷനായിട്ട് പെർസ്പിറേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോഡി 37, 38, 40 ഡിഗ്രിയിലേക്കൊക്കെ വരും. ആ അവസരമാണ് ഈ പറഞ്ഞ പോലെ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പറയുന്നത്.